നിസ്കാരത്തിനൊക്കെ വലിയ മധുരമാണ്. പ്ലെയിൻ കയറി ഹജ്ജിന് പോകുന്നത് കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ കയറി ഉംറയ്ക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ കയറി മദീനയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. പ്ലെയിൻ കയറി നിസ്കാരത്തിന് വരുന്നൊരു സ്ഥലം ഞങ്ങൾക്ക്, അത് യമനിലെ ദാറുൽ മുസ്തഫ യൂണിവേഴ്സിറ്റിയാണ്. ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങൾ അല്ലാഹു അക്ബർ തക്ബീർ അങ്ങട്ട് കെട്ടുമ്പോഴേക്ക് കരച്ചിലൂടെ. ഈ സാധു അവിടെ പഠിക്കുന്ന അവസരത്തിൽ 36 രാഷ്ട്രങ്ങളിലെ കുട്ടികൾ അവിടെ ഉണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, തുനീഷ്യ, ദക്ഷിണാഫ്രിക്ക, അമേരിക്ക, ബ്രിട്ടൻ, സൗദി അറേബ്യ, അബൂദബി, എല്ലാ സ്ഥലത്തെ മക്കളുണ്ട്. അമേരിക്കയിലൊക്കെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും വലിയ വലിയ വിദ്യാഭ്യാസ വിചക്ഷണരും അവരൊക്കെ മുസ്ലിമായാൽ നേരെ വരെ അങ്ങട്ട ഒരു കനിവ് തേടി കിനിവ് തേടി അങ്ങോട്ട് വരികയാണോ വലിയ 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 മനുഷ്യന്മാര്. നിസ്കാരത്തിന്റെ മധുരം വളരെ വലുതല്ലേ. 27-ാം രാവിന് നിസ്കാരം തുടങ്ങുന്നതിന്റെ മുമ്പ് നിസ്കാരത്തിൽ ബോധം കെട്ട് വീഴുന്നവരെ മാറ്റിക്കടത്താനുള്ള ബെഡും ബെഡ്ഷീറ്റും കട്ടിലും സജ്ജീകരിച്ചിട്ടേ നിസ്കാരം തുടങ്ങുള്ളൂ. അയത്തിങ്ങനെ ഓതുമ്പോത്തിനിങ്ങനെ ബുഗലോടും കാര്യമില്ല. ബോധം കെട്ട് പുകുക. നമ്മുടെ ജീവിതത്തിൽ ഒരാളെ ഓത്ത് കേട്ടിട്ട് ബോധം കെട്ട ഒരാളെ നമ്മൾ കണ്ടക്കണ. നിങ്ങൾ യമൻക്ക് പോയി നോക്കി, ദാറുൽ മുസ്തഫി പോയി നോക്കി, അവിടെ കാണാം. ഓത്ത് കേട്ടത് മാത്രമല്ല വിഷയം. വെള്ളിയാഴ്ച രാവ് ഒരു മൗലൂദുണ്ട്. വലത്തു പോകും, ഇടത്തു പോകും, മുന്നിൽ പോകും, പിന്നിൽ പോകും, ബോധം കെട്ടു പോകുകയാണ്. ലൈവായി നമ്മൾ കണ്ട സംഗതി അത്.